ഇത് കണ്ടില്ല, ഇതാണ് അവസ്ഥ. മല്ലന്റെ പുല്ലും മായുധം പറഞ്ഞ മായി എടുത്താണ് പൊക്കിയിട്ടാണ്. ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വഴിക്ക് പോകും. അപ്പോൾ ഒരു ഐഡിയയിൽ ഇങ്ങനെ മെല്ലെ നമ്മളങ്ങനെ ഇറക്കലാണ് ഇതിന്റെ പരിപാടി. തവക്കൽത്തു അല്ലല്ലാഹ്. അപ്പോൾ ഒരു ചെറിയ ഇറക്കം കഴിഞ്ഞ്. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് രാവിലെ ആയിട്ട് നല്ല വെളിച്ചൊക്കെ വെച്ചിക്കണ്. അപ്പോൾ ഞാനിന്ന് പോകാൻ പോകുന്ന ഇന്നത്തെ ഞങ്ങളെ ഒരു ചുരുങ്ങിയ രീതിയിലുള്ള ദിവസങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ലൈവിലും അല്ലാതെയും കമൻറ്റിലൂടെയൊക്കെ, ഇക്കാക്ക് എന്താണ് ജോലി. അപ്പം ജോലിൻ്റെ ഒരു വിശദാംശങ്ങൾ ഒന്ന് വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ അടുക്കളയിലാണ്. ഇവിടെ ദോശ ചൂടെല്ലാം ഇങ്ങനെ ചൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ ദോശ കറിയൊന്നും ആയിട്ടില്ല, കറി പാവും. പക്ഷെ എനിക്ക് കറി താല്പര്യമില്ല. എനിക്ക് ആ ചൂട് കൊടുക്കാൻ ഇങ്ങനെ അടുപ്പത്ത് നിന്ന് കഴിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. അല്ലേ, പോകാനാവും. അധികം ഉണ്ടാക്കിയാലും വല്ലാതെ നമുക്ക് പോകാനില്ല കേട്ടോ. അപ്പം ഏതായാലും ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, എന്തൊക്കെയാണ് പരിപാടി, എന്താണ് ജോലി. ഈ ജോലിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. എല്ലാ ജോലിക്കും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ ടിപ്പർ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ വീടിന് അനുയോജ്യമായ മെറ്റീരിയൽ ഞാൻ തരാം, എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അതാ ദോശ കുറച്ച് മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചുട്ട് ഞാൻ കുറച്ചും കൂടി ചുടാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ദോശ ചുട്ടിച്ചിക്കണ്. ഇവിടെ ഇന്നലെ സ്ഥിരം പണിക്ക് പോകുമ്പോൾ ചായ പിടിച്ചിട്ടാ കൂട്ടിന് ഇവിടെ വേറെ ആളുണ്ട്. നല്ല അടിപൊളി നല്ല രസമുള്ള അടുക്കളയിൽ ഇരുന്നാണ് ചായ അടിച്ചല്ലേ. കഴിക്കാൻ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ പണി. ഇയാള് കിടന്ന് കുത്തും, കുത്തലാണ് മേത്ത് കണ്ട്. അപ്പൊ പണിക്ക് പോവാണ്. ചായ കുടിച്ച് കഴിഞ്ഞ് ജോലിക്ക് പോവാണ്. അപ്പോ എന്താ വെച്ചാൽ ആദ്യം നമുക്കിവിടെ ഞങ്ങൾ വയസ്സമ്പടി എന്ന് പറയാം, അവിടെ ഒരു യാർഡുണ്ട്. യാർഡ് ഉദ്ദേശിക്കുന്നത് വലിയ ടോർസിന് പാലക്കാട് സാധനം കൊണ്ട് തട്ടിയിട്ട് മാറ്റി കയറ്റുക. ഓക്കെ. അപ്പം എന്താ വെച്ചാൽ ഇത് ക്രഷർക്ക് നേരെ പോകാൻ കഴിയൂല. പാലക്കാടാകുമ്പോൾ നമുക്ക് ചെറിയ വണ്ടി പോയാൽ ഒക്കൂല. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ലോഡ് കയറ്റാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്രഷർക്ക് പോകണ്ടേ. അപ്പം ഞാൻ ഇറങ്ങാൻ പോകട്ടാ. ഇത് രണ്ട് പൂച്ചകൾ, ഇതൊരു പൂച്ച, ഇതൊരു പൂച്ച. പൂച്ച മദ്രസക്ക് ഒരുങ്ങിക്കണേ അല്ലേ കുഞ്ഞ. ഒരു കുഞ്ഞി പൂച്ച, ഒരു വലിയ പൂച്ച. അവിടെ ഇന്നൊക്കെ അതേ മൈക്ക് ഇന്നൊക്കെ പൂച്ച ഇരിക്കണേക്ക് ഇനി ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഇങ്ങോട്ട് വരികയാണ് പൊട്ടാൻ. പോയി വരൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് പോവട്ടാ. നേരത്തെ ഒരിടം പോവാന്ന് പറഞ്ഞാണ്. പിന്നെ ആൾക്കാരറിയും ഇപ്പൊ എന്റെ മൂല്യന്മാര് നേരത്തെ ചായ അടിച്ചല്ലേ. അല്ല, ഞാൻ പോവാന്ന് അറിഞ്ഞോടനെ സലാം വരെ പറഞ്ഞോടനെ. എന്നോട് സലാം പറഞ്ഞിട്ടില്ല. ചെവി ഞാൻ തോടും. എന്നോട് ചില എല്ലാരോടും പറഞ്ഞു. അപ്പൊ പോയി. ഇപ്പൊ ശരിക്കും പോയി. അസ്സലാമു അലൈക്കും. അപ്പം ഇതാണ് മക്കളെ നമ്മുടെ യാർഡ്. എംസാൻഡ് സ്റ്റോക്ക് ചെയ്തുങ്ങാണ്ട് മാറ്റി കയറ്റുമെന്ന് പറഞ്ഞില്ലേ. വേറെ ചെറിയ വണ്ടികൾക്കൊക്കെ കൊടുക്കുക. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ വണ്ടിയാണ്. സർഫിൻ്റെ ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ചെക്കൻ്റെ ഇവിടെ കിട്ടുക. ഇതാണ് ഞാൻ പോകുന്ന ടിപ്പറ്. ഇനിയിപ്പോൾ ഇതിൽ ഇവിടുന്ന് ഒരു ലോഡ് കയറ്റാണ്ട്, അത് ഒരു യൂണിറ്റാണ് കയറ്റാനുള്ളൂ. ഇത് 1.5 കയറ്റുന്ന വണ്ടിയാണ്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്രഷർക്ക് പോകാൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാലക്കാടിൻ്റെ BGM എന്ന് പറഞ്ഞ ആ സാധനമാണിത്. ഇത് ക്രഷർ പോയി എടുക്കാൻ കഴിയില്ല, കാരണം ഇത് പാലക്കാടാണ് ഇതിൻ്റെ ഇത് കിടക്കുന്നത്, ക്രഷർ കിടക്കുന്നത്. അപ്പോൾ ചെറുവണ്ടികളൊക്കെ ഇങ്ങനെ വലിയ വണ്ടിക്ക് കൊടുത്ത് തട്ടിയിട്ട് മാറ്റി കയറ്റേണ്ട അവസ്ഥയിലാണ്. നല്ല അടിപൊളി സാധനമാണ്. മണലിനെ വെല്ലുന്ന ജാതി സാധനം കേട്ടോ. അടിപൊളി, എല്ലാവർക്കും ഇഷ്ടമാണ്. തേപ്പിൻ്റെ പണിക്കാർക്ക് ആയിക്കോട്ടെ, നല്ല കുറച്ച് ക്വാളിറ്റിയിൽ ചെയ്യുന്ന സാൻഡാണിത്. അപ്പോൾ സർഫോടെ ചെറിയൊരു വണ്ടിക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം.
കർഫൂടാ കർഫുവാ കണ്ടില്ലേ, ഇതേപോലെയാണ് ലോഡ് കയറ്റി വിടട്ടാ. അപ്പോൾ വണ്ടി എടുക്കാൻ പോവട്ടാ. മഴവെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയതട്ടാ. ഇതിൻ്റെ ചെറിയ ഒരു ഓയിൽ സീലിന് ലീക്ക് ഉള്ളതുകൊണ്ട് ചെറിയ ഒരു, അത് മാത്രമല്ല നമ്മളെപ്പോഴും ടിപ്പറിന് ഇങ്ങനെ കൊടുത്തിട്ട് അതിന് സേഫ്റ്റിയാണ്. ആരെങ്കിലും വല്ല കുട്ടികളോ അതുപോലെ വല്ല പൂച്ച നായ എന്തെങ്കിലുമൊക്കെ വന്ന് കിടന്നാൽ ഇത് അഥവാ താന്നാൽ അപകടം ഒഴിവായി കിട്ടും. താന്ന് കഴിഞ്ഞാൽ അപകടം വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ലതാണ് എപ്പോഴും കേട്ടോ. ഇപ്പം ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ കല്ലാ ദാവമാക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ കേക്കിൻ്റെ പോയിട്ടാണ്. അപ്പൊ ഏതായാലും ലോഡിങ് തുടങ്ങിയിട്ടാ. അപ്പൊ നമ്മളെ കുറെ വീഡിയോയിലുണ്ട് സർഫു. നമ്മളെ ഫസ്റ്റിലെ വീഡിയോ തന്നെ സർഫുവിന്റെ നല്ലൊരു അടിപൊളി വീഡിയോ എന്താ വെച്ചാല് 15 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു യൂണിറ്റ് വണ്ടിയിൽ ലോഡാക്കുന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്. അത് നല്ല ഓട്ടം ഓടിച്ച് എല്ലാ ആളുകൾ നമ്മളെ ജനങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് സ്വീകരിച്ച് അടിപൊളി വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഷോർട്സിലും എല്ലാം സർഫ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സർഫ് ലോഡ് കയറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കൈക്കോട്ട് ഞാൻ എടുക്കാൻ പോവാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് കാണാൻ ക്രഷർക്ക് മെറ്റലിന് പോകാൻ. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ അടിപൊളി പൂയി, അതായത് BGM എന്നറിയപ്പെടുന്നതിന് പാലക്കാടാണ് ഇതിൻ്റെ സ്വദേശട്ട. പാലക്കാട് നിന്നാണ് ഇത് വരുന്നത്. ഇത് നല്ല പിന്നെ മണൽ പോലെയുള്ള നല്ല അടിപൊളി പൂയാണ്. കൂടുതൽ ആളുകളും തേക്കാൻ, നമ്മുടെ ചുമരുകളൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. നല്ല ഡബിൾ ഫിൽറ്ററൊക്കെ ചെയ്തിട്ട് ക്ലീനായി വരുന്നതാണ്. അപ്പോൾ അവിടെ തകൃതിയായിട്ട് സർഫ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടി കൊടുത്താൽ നമുക്കൊന്ന് പെട്ടെന്നാവും. അവൻ്റെ 25 കൊത്തുടുമ്പോൾ 2 കൊത്തേ ഞാടും. അപ്പോൾ ഏതായാലും നോക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ കുറേ ആളുകൾ ചോദിച്ചിരുന്നു എന്താണ് ജോലി, എന്തൊക്കെയാണ്, അതേപോലെ നമ്മുടെ ലൈവിലും കാര്യത്തിലൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് അറിയാത്തവർക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ശരിക്കും ഈ മേഖലയിൽ ജോലി ചെയ്യാൻ തന്നെ ഇപ്പം നമ്മൾ ടിപ്പർ മേഖലയിൽ പ്രത്യേകിച്ച് മഴക്കായാലും നമുക്ക് പോകുന്ന റോഡുകൾ വളരെ ബുദ്ധിമുട്ടുള്ള റോഡായിരിക്കും. വഴുതി പോവുക, അല്ലെങ്കിൽ സ്ലിപ്പാവുക, അല്ലെങ്കിൽ താവുക, അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ഈ എംസാൻ്റെ മെറ്റൽ കല്ല് എല്ലാം ഒരു വീടിന് അനിവാര്യമായ മെറ്റീരിയൽ എല്ലാം എത്തിച്ചു തരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ എത്തിച്ചെന്നാലും ഈ മേഖലയിലൊക്കെ ഇപ്പോൾ വളരെ മോശമാണ്, പണിയൊക്കെ കുറവാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്ത് 2ാം ലോഡ് ഇത് കഴിഞ്ഞിട്ടുള്ള ലോഡ് പോകുന്നതും അതുപോലെ കുറച്ച് റിസ്ക് ഉള്ള റോഡാണ് വൈദ്യൊക്കെ പോകുന്നത്. ഏതായാലും പഠിച്ചോൻ കാക്കട്ടെ. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാം പ്രാർത്ഥന വേണം, എല്ലാം നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ ഞങ്ങൾ ലോഡ് ചെയ്തിട്ട് വേണം, സമയം വൈകിയിട്ടുണ്ട്. ഇതൊക്കെ ജോലി ഇന്ന് പണിക്കാർ വരുമ്പോൾ ഇതിന് അപ്പോഴൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഏതായാലും പിന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ആ കാണുന്നത് ഞങ്ങൾ പിന്നെ നല്ല കൂടുതൽ പണിയൊക്കെ ഉള്ളപ്പോഴൊക്കെ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഞങ്ങൾ ചെറിയ ഷെഡ് കെട്ടിയതാണ്. അതാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ സർഫു എന്ന് പറഞ്ഞാൽ സർഫിൻ്റെ കാര്യം ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരൂല. കാരണം മൂപ്പരെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ഇന്നത്തെ കാലത്തുള്ള ചെറുപ്പക്കാരിയൊന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല. കാരണം മൂപ്പര് നാട്ടിൽ ജോലി ചെയ്തിട്ട് തന്നെ വിദേശത്തൊന്നും പോവാതെ നാട്ടിൽ ജോലി ചെയ്തിട്ട് വീടും സ്ഥലമൊക്കെ വാങ്ങിയതാണ്. അതിൻ്റെ ചെറിയ കുറച്ചൊരു കടങ്ങൾ ഒഴിച്ച് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല എന്ത് ജോലി ഞാൻ ചെയ്യും, ഞാൻ എന്ത് ജോലിയും ചെയ്തും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരേ ചിന്തയുള്ള ഒരു വ്യക്തിയാണ് സർഫു. ഞാനെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ കുട്ടിക്കാലം മുതലേ പറഞ്ഞാൽ എൻ്റെ ഇളയതാണ് അവന്, എങ്കിലും കുട്ടിക്കാലം മുതലേ ഞങ്ങൾ അത്രയും ബന്ധമുള്ളതാണ്. എന്നെ ഈ മേഖലയിൽ കൊണ്ടുവന്നത് സർഫുവാണ്. ഈ മേഖലയ്ക്ക് എന്നെ കൊണ്ടുവന്നിട്ട് അൽഹംദുലില്ലാഹ് ഈ രീതിയിലൊക്കെ ആക്കി തന്നത് സർഫുവാണ്. അപ്പോൾ ഒരുപാട് കടപ്പാടുള്ളൊരു വ്യക്തിയാണ്. എന്തായാലും ആവട്ടെ. അപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങളിത് കയറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ എംസാൻ്റെ യാർഡിലേക്ക് മുതലാളിയാണിത്. വരുന്നുള്ള ആള് മുനീർ എന്നാണ് ആളെ പേര്. മുനീർ KP കുന്നത്തപ്പറമ്പിലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓണർ. ഇതിൻ്റെ ഞങ്ങളെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വണ്ടിയെ കണ്ടില്ല മുമ്പേ കറണ്ടിൻ്റെ വണ്ടി കേട്ടോ. ഇതിൽ നിന്ന് വേറെ പിന്നെ ലോഡ് എന്താ
അപ്പൊ കേസ് എല്ലാവരും എന്നെ പരിചയപ്പെടുത്തുന്നത് ഇതാണ്. അപ്പൊ നമ്മളെ മുതലാളി ആറ് കണ്ടെങ്കിൽ ഇവിടെ നാളെ കയറ്റി എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണം. അതിന്റെ സിന്ധിയിലാട്ട പൈസ വെക്കണ നോക്കുകയാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഏകദേശം ലോഡായി തുടങ്ങിയില്ല. ഈ ഡോറിലൊക്കെ ഫുള്ളൊക്കെ പോവാം. ഇത് കണ്ടില്ല, ഇതാണ് അവസ്ഥ. മല്ലനെ പുല്ലും ആയുധം എന്ന് പറഞ്ഞ മാതിരി എടുത്താണ് പൊക്കിയിട്ടാണ്. ഓക്കെ, അപ്പൊ ലോഡ് ഫുള്ളായിട്ടുണ്ട്. പോവാൻ പോണേ ഞങ്ങൾ കേട്ടാ. പോവാ തറപ്പോ. അപ്പൊ മക്കളെ വണ്ടി ലോഡായിട്ടുണ്ട്. ഇതാ പോവാൻ പോണേ. പോകട്ടാ. മുനീർ വരുന്നുണ്ട്. മുനീറിനെ വെയിറ്റ് ചെയ്യണം. മുതലാളി പോരുന്നുണ്ട്. അയ്യാ ഇവിടെ എടുത്തോ. അപ്പൊ നിങ്ങൾ പോകണ്ട. കൊതിക്കുന്ന നാട്ടിൽ നിന്നും വിരിച്ച നാട്ടിലേക്ക് അല്ലേ? കഴിയണല്ലേ? കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. പക്ക നിസാൻ കേപ്പാട്ടാ. കറക്റ്റായിട്ട് പോകുന്ന ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. അങ്ങനത്തെ വഴിയാണ്. അപ്പം നമ്മുടെ സൈറ്റ് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ കയറ്റിയാൽ തട്ടുക. ഓക്കെ, ബാക്കാകണല്ലേ? ഇതാണ് നമ്മുടെ സൈറ്റ്. പായ് വിരിച്ചിട്ടില്ല. മെല്ലെ വെക്കാം. അപ്പോൾ ലോഡ് തട്ടിയിട്ടാ. ക്യാമറ ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. ബാക്ക് ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ തട്ടിങ് ഞങ്ങൾ അടുത്ത ലോഡ് പോകട്ടാ. അപ്പോൾ മക്കളെ ലോഡൊക്കെ തട്ടി ഇതാ വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ 8:30 മണി മുതൽ 10 മണി വരെ സ്കൂൾ ടൈമാണ്. അപ്പോൾ നമ്മുടെ ബഹുമാന ജില്ലാ കളക്ടർ ഉത്തരവാണ് ടിപ്പറുകളൊന്നും സ്കൂൾ ടൈമിൽ ഓടരുത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വണ്ടികളൊക്കെ കൂടിയും വലിയ വലിയ ടോർസും കാര്യം ടിപ്പറൊക്കെ കൂടി ഓടിയാൽ നമ്മളെ പിഞ്ചോമന മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും. അവർക്കിതൊന്നും നോക്കാനുള്ള അത് അറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മേഖലയ്ക്ക് സത്യത്തിൽ നല്ലൊരു കാര്യമാണെങ്കിലും നമുക്ക് ഒരുപാട് റിസ്ക്കാണത്. ചിലപ്പം ചില ഓർഡറുകളൊക്കെ വരല് അതിൻ്റെ ഇടയിൽ പണിക്കാർ വരുമ്പോൾ കൊണ്ടുവരാനൊക്കെ നമുക്ക് ഓടാൻ കഴിയൂല. അപ്പോൾ എങ്കിലും കൂടിയിട്ട് അതിനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഇതിനൊരു 10 മണിയായ ഇവിടുന്ന് പുറപ്പെടും. പോകാനുള്ളത് വേങ്ങരയ്ക്കാണ്. വേങ്ങര എന്താണ് മഞ്ഞേങ്ങര കണ്ണയത്ത് ക്രസർ എന്ന് പറയാം. ആ ക്രസർക്കാണ് പോകാനുള്ളത്. ഈ മേഖല ഞാൻ പറഞ്ഞില്ല, ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടാണ്. ഇപ്പോൾ ഈ മഴക്കാലമായ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മേഖലയിലുള്ള ആളുകൾക്ക്. അത് ചിലപ്പം സ്ലിപ്പാവുക, താവുക, വഴുകിപ്പോവുക, വണ്ടി ഒരുപാട് റിസ്ക് എടുത്താണ് ഇത് കൊണ്ടുപോകല്. അതിനിടയിൽ വഴിയിൽ നമ്മുടെ ഏമാന്മാരുടെ പൈസ വാങ്ങലും കൊള്ളയടിയും അതേപോലെ എത്ര രൂപ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്കുള്ള വിധം എന്തായാലും അവർക്ക് കിട്ടണം. അതും
ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു വണ്ടി ടിപ്പർ മുതലാളി, ഒരു ടിപ്പറിൻ്റെ ആൾ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഓണർ ഇതൊക്കെ നികത്തിക്കൊണ്ടുപോകണമെങ്കിൽ വലിയ റിസ്ക്കാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇനി അപ്പോൾ പോകാൻ പോവാണ്. പിന്നെ പോന്ന് പറഞ്ഞാൽ പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീടിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, അതായത് കുറുകത്താണിയിലാണ്, കാക്കാത്തറ എന്ന് പറയും, അവിടെയാണ്. അപ്പോൾ വയസ്സമ്പടിയിലാണ് നമ്മുടെ ഈ മെറ്റീരിയലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമുള്ളത്. അതുപോലെ തന്നെ ആവശ്യമുള്ള എല്ലാം ഇവിടുന്ന് എടുക്കൂല, ഞങ്ങൾ അർജൻറ്റുള്ളതൊക്കെ ഇവിടുന്ന് എടുക്കുള്ളൂ. ഒരു ടിപ്പർ ലോറി എന്ന് വെച്ചപ്പോൾ നമ്മുടെ ഒരു ഒപ്റ്റിമോ തന്നെ നിസാനിലാണ് ഞാൻ പോകുന്നത്. അത് 1.5 നമ്മൾ പറയുമ്പോൾ 1.40 അതിൻ്റെ ബോഡി അളവ് ഉണ്ടാവല്. ഒരുവിധം വണ്ടികൾ മുഴുവൻ അങ്ങനെയാണ്. മേലെ 10 ഇട്ടാൽ 1.5 പക്ക കറക്റ്റായി. അതുപോലെ തന്നെ അടിബോഡി എന്ന് വെച്ചാൽ 93 ഉള്ളത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിന് മേലിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ 1 യൂണിറ്റ് ആവും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോകല്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ വളരെ ഉത്തരവാദിത്തോടു കൂടി നിങ്ങളുടെ സൈറ്റുകൾ എത്തിച്ചേരാണ്. കമൻറ്റിലൂടെ ഒക്കെ വന്നാൽ മതി. നല്ല ക്ലീൻ ആയിട്ടുള്ള ക്രഷറിന് നേരിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ വളരെ നേരിട്ട് തന്നെ നല്ല വിശ്വസ്തമായ മെറ്റീരിയൽ, എംസാൻഡ്, മെറ്റൽ, എല്ലാവിധ വീടിന് അനുയോജ്യമായ സാധനങ്ങൾ എത്തിച്ചേരാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ വരിക. അതുപോലെ തന്നെ നമ്മളെ കിംഫ്ര മണൽ കുറ്റിപ്പുറത്ത് നമ്മുടെ സർക്കാർ അംഗീകൃത സ്ഥാപനമുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മണൽ ആവശ്യമുള്ളവർക്ക് മണൽ എല്ലാം എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ വരാം. അപ്പോൾ ഞാനിതാ ഇനി ക്രഷർക്ക് പോകാൻ പോകുന്ന സമയം 10 മണിയായിട്ടുണ്ട്. ഓക്കെ, അപ്പം നേരെ വേങ്ങര കണ്ണയത്ത് ക്രഷർക്കാണ് പോകാൻ പോകുന്നത്. അവിടുത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്താ വെച്ചാൽ അവിടെ നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി അവിടുത്തെ എങ്ങനെയാണ് ഈ മെറ്റീരിയൽ ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം ഭാഗം ലെങ്ത്തൊന്നും കൂട്ടുന്നില്ല, ചുരുങ്ങിയ രീതിയിലൂടെ ഒന്നിട്ട് കാണിക്കട്ടെ. അപ്പം നമ്മൾ പോവാം കണ്ണയത്തേക്ക്. അപ്പോൾ മക്കളെ ഇതാ വേങ്ങര ടൗണിലെത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വേങ്ങര ടൗണിൽ നിന്ന് ഒരു 10-12 കിലോമീറ്ററോളം പോകണം കേട്ടോ. അപ്പോൾ വേങ്ങര ടൗണിലാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു. ആ മഴ ഏകദേശം ഇപ്പം നീങ്ങിയിട്ടുണ്ട്, മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുമ്പ് നല്ല ഇരുട്ടി വന്നിരുന്നു. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും ഒരുപാട് ക്രഷറുകളുണ്ട്. ചേറൂർ റോഡാണ് ഇവിടുന്ന് ലെഫ്റ്റ്. നമ്മൾ നേരെ മലപ്പുറം റോഡിലേക്കാണ് പോകാൻ പോകുന്നിട്ടാ. മാമ്പഴക്കാലെന്ന് പറയാം. ഇഷ്ടം പോലെ മാമ്പഴത്തിന്റെ കച്ചവടങ്ങളുടെ ഇവിടത്താ. ഇവിടെ കണ്ടില്ല നിങ്ങൾ, എപ്പോൾ നോക്കിയാലും ബ്ലോക്കാണ്. എന്താ വെച്ചാൽ ഇവിടെ ഒരു തോടിന്റെ ഒരു പാലം പണി നടക്കുന്നുണ്ട്, ചെറിയ സ്ലാബ്. അപ്പോൾ 1 സൈഡ് വണ്ടി വിടും, ഒരു സൈഡ് ആദ്യം വിട്ട് പിന്നെ അപ്പുറത്തെ സൈഡ് വിട്ട് അങ്ങനെ ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് ഉള്ളിൽ കൂടി ഒരു വഴിയുണ്ട്, ചിലപ്പോൾ അങ്ങനെ പോകാൻ നോക്കാം. ആണ് ആ വഴി, അവിടെയും ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പോകുന്ന പരിപാടി കേട്ടോ. നല്ല വെള്ളം ഒലിച്ച് പോകുന്നുണ്ട്. ഇതാണ് ആ പാലം പണി നടക്കുന്നത്. മാസങ്ങളായിട്ട് അങ്ങനെ ഒരു സൈഡ് പണിയെടുക്കും, കുറേ അങ്ങനെ കിടക്കും, അങ്ങനെ കിടക്കുകയാണ് മക്കളെ. ഇതാണ് സ്ഥിതി. ഏതായാലും രക്ഷപ്പെട്ട് ഇവിടെ ഒരു മരം ഇങ്ങോട്ട് വീണിട്ടാണെങ്കിലോ കുറേ ഭാഗത്ത് ഈ സൈഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ മരം വീണതുകൊണ്ടുള്ള ബ്ലോക്ക് ഉണ്ട് കേട്ടോ. കുറേ വണ്ടികളൊക്കെ ലോഡ് എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്ത് ലോഡ് എടുത്തുകൊണ്ട് അവരിങ്ങനെ പോവുകയാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. രാവിലെയൊക്കെ നല്ല മഞ്ഞായിരിക്കും, കാരണം മലയോട് ചേർന്നുള്ള ഭാഗം അത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുള്ള മലൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും, നല്ല രാവിലെ പുലർച്ചെ വരുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് നേരെ പോയാൽ മലപ്പുറമാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയാൻ പോകണേ. കണ്ണയത്ത് ക്രഷർക്ക് പോകട്ടാ. ഇവിടെയും കുറച്ച് പാടും തോടൊക്കെയാണ്, നല്ല രസമാണ് ഇവിടെ. ശരിക്കും വെള്ളം കയറി കഴിഞ്ഞാൽ ഈ റോട്ടിക്കൊക്കെ ഈ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറും. ഇവിടെയൊക്കെ എല്ലാം KSEBിൻ്റെ പണിക്കാരാണ്. എന്താ വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ട് അവർക്കാണ്. ഈ KSEB ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം, അവരുടെ IT ജോലിക്കാർക്ക് ഈ മഴ ആയിക്കഴിഞ്ഞാലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ കണ്ടില്ലെങ്കിൽ വലിയ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ലോഡ് കയറ്റിക്കൊണ്ട്. നമ്മൾ കുറച്ച് വരാൻ വൈകി, വേറെ ലോഡ് എടുത്തുകൊണ്ട്. ഈ പാടം കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പോൾ ഇനി കുറച്ചും കൂടി പോകാനുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് മേലേക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റാണ്. അങ്ങനെ മേലേക്ക് മലയുടെ മേലേക്ക് കയറി പോകട്ടോ. ഇതൊക്കെ ശരിക്കും ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. ഞാനൊക്കെ മുമ്പ് വരുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു 10-15 വർഷം മുമ്പൊന്നും ഇത്രയും വീടുണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഇഷ്ടംപോലെ വീടുകളായി ഇവിടെ. അത്യാവശ്യം നല്ല കയറ്റും അതുപോലെ തന്നെ നല്ല ഒടിവുകളും ഒക്കെയുള്ള റോഡാണ്. മാലാപ്പറമ്പ്. ഇനി കാറ്റൊക്കെ കഴിഞ്ഞ്
നല്ല നിരന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി അധികം ഇല്ല. നമ്മൾ മലബാർ കോളേജ് ഇവിടെ ഉണ്ടാവും. കണ്ടില്ലേ മലബാർ കോളേജ്? അപ്പോൾ നമ്മൾ കുറച്ചൊരു അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇവിടെയാണ് മുമ്പ് ഇപ്പം അടുത്ത് അധികം ആയിട്ടില്ല ഒരു കുട്ടി നീന്തിക്കൊണ്ടിരിക്കും എന്നിട്ട് എന്തോ കുഴഞ്ഞ് മരിച്ചു. അതൊക്കെ ആ വലിയൊരു കുളം ഇവിടെ ഉണ്ട്. എന്താണ് പേര്? ഏക്കറക്കുളം. ഇപ്പം ഇവിടെ നിന്ന് കാണൂല. മുമ്പൊക്കെ ഇവിടെ നിന്ന് കാണാമായിരുന്നു. ചെറുതായിട്ട് ആ കഴുങ്ങിൻ്റെ അടിയിൽ കൂടി കാണാം. ആ കാണുന്നതാണ് ഏക്കറക്കുളം. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇവിടെ എത്തി. എക്സ്പ്രസ്സൊക്കെ നമ്മൾ കയറി. സെക്യൂരിറ്റി അവിടെ ഉണ്ട്. ഇവിടെ മെല്ലെ സൈഡാക്കുക. എന്നിട്ട് ഇവിടുന്ന് ഓഫീസിൽ കയറി ബെല്ലെടുക്കണം. അപ്പം ഇവിടെ നിന്ന് ബില്ലെടുത്തിട്ട് ഞാൻ വരാം കേട്ടോ. അതായത് ഇവിടെ താഴെ അവർക്കൊരു എക്സ്ട്രാ ടാങ്ക് ഉണ്ട് സ്റ്റോക്ക് ചെയ്യാൻ. അവിടെ നിന്നാണ് കയറ്റാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ടാങ്കിൻ്റെ ചുവട്ടൊരു വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് ബെൽറ്റ്. ഇതിൻ്റെ അകത്തു കൂടി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് പൊട്ടിപ്പൊടിഞ്ഞ് ഇങ്ങനെ ഇതിൻ്റെ അകത്തു കൂടി പോയിട്ട് അവിടെ അതിൻ്റെ അകത്തേക്ക് വീണിട്ട് അവിടെ നിന്നാണ് ഒറിജിനൽ ടാങ്ക് അവിടെ ഉള്ളത്. ഇപ്പോൾ സ്റ്റാൻഡ് വേയാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ കണ്ടിരിക്കുന്ന ഫുള്ള് മലയോര മേഖലയായിട്ടാണ്. ഉണ്ടല്ലേ മഞ്ഞൊക്കെ ഇങ്ങനെ മുടി ചെറിയ രീതിയിൽ അവിടെ ഇങ്ങനെ വെറും ഇങ്ങനെ വെള്ളം ചാടുന്നത് കാണാം. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എല്ലാം സൂം ചെയ്താണ്. കണ്ടില്ലേ? ഓക്കെ. അപ്പം നല്ല പച്ചപ്പ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതാണ്ടില്ല ഇങ്ങനെയാണ് ഇത് കയറ്റുന്നുണ്ടാവും. ഈ ടാങ്കിന് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വണ്ടിയിലേക്ക് ചെയ്യും. ഇത് വേറൊരു വണ്ടി കയറ്റുന്ന അടുത്താണ്. അപ്പം നമുക്ക് ലോഡായിട്ടുണ്ട് മക്കളെ. പോവുകയാണ്. ഒരു വണ്ടിക്കാരുടെ കട്ട വെയിറ്റിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തെളിവാണ്. കണ്ട ക്രസറുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ആരും ആളില്ല കൊണ്ടുപോകാൻ. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അന്ന് ഈ സമയത്തൊക്കെ ശരിക്കും നല്ല തിരക്ക് വരേണ്ട സമയമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രതിസന്ധി രൂക്ഷം എന്നുള്ള നിലക്കാണ്. ആർക്കും ഓർഡർ കാര്യങ്ങളില്ല. ആർക്കും സാധനങ്ങൾ വേണ്ട. മൊത്തത്തിൽ നമ്മുടെ നാട് ഈ മേഖല സ്തംഭിച്ച് കിടക്കുകയാണ് മക്കളെ. അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ മേലേക്ക് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോയോ കേട്ടോ. ഇവിടെ മേലെ പോയാൽ ഇത് വലിയ ബോളർ വലിയ കരിങ്കല്ല് കൊടുന്ന് തട്ടുന്ന സ്ഥലമൊക്കെ കാണാം. ഇതെങ്ങനെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കാണട്ടാ. ഇവിടെ മെഷീൻ ഇന്ന് ഓണല്ല, വർക്കിംഗ് അല്ല. പക്ഷേ എങ്കിലും ആ ഭാഗങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ നടന്നതിൻ്റെ മേലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാ ഇവിടെ കൊടുന്നിട്ടാണ് മെറ്റൽ ഈ വലിയ കരിങ്കല്ല് തട്ടൽ. ഇവിടെ കൊണ്ടുവന്നിട്ട് വലിയ കരിങ്കല്ല് തട്ടും ഇതേപോലുള്ളത്. അതിങ്ങനെ കീഞ്ഞതേക്ക് വീഴും. ഓക്കെ. എന്നിട്ട് ഇതുവഴി ഇങ്ങനെ കണ്ടില്ല ഇങ്ങനെ പാസ് ചെയ്ത് അവിടുന്ന് ഓരോ ഐറ്റംസ് ആവും. വലുത് 1.5 ഇഞ്ച്, അതുപോലെ തന്നെ 20 mm, 12 mm, 6 mm, അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ടാങ്ക് ഉള്ളത്. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ല, ഇതിനെ മേലെ നിന്നിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ രസം നോക്കി നിങ്ങൾ. ഭയങ്കര ഭംഗിയാണ് ഇവിടുന്ന് കാണാനിട്ടാ. ഓരോത്തുമലയാണ് കാണുന്നത്. ഇതിൻ്റെ അടുത്ത് അവിടെ തന്നെയാണ് മിനി ഊട്ടിയൊക്കെ ഉള്ളത് കേട്ടോ. കണ്ടില്ലേ? ഒക്കെ പാറ പൊട്ടിച്ച് എടുത്ത സ്ഥലമാണ്. അപ്പോൾ ഇത്രയും ഭംഗി ചിലപ്പം വേറെ എവിടെ കിട്ടുകയെന്ന് എനിക്കറിയില്ല. അപ്പം മിനി ഊട്ടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഇതുള്ളത്. ഈ മലേൻ്റെ ഭാഗത്തൊക്കെ നന്ന രാവിലെയൊക്കെ നോക്കിയാൽ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര രസം. മഞ്ഞായിരിക്കും മൊത്തത്തിൽ. അപ്പോൾ ഇതിങ്ങനെ കണ്ടില്ലേ, ഈ ടാങ്കിൻ്റെ ഇതിൻ്റെ ഏറ്റവും മെഷീനറിൻ്റെ മേലെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ? ചുറ്റുഭാഗം നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി ഇനി പായൊക്കെ ഇട്ട് പുതച്ച് നേരെ പോവുകയാണ്. ഏമാമാരുടെ മുമ്പിലൊന്നും പെടാതിരിക്കട്ടെ. അവർക്കുള്ള കാശും കൂടി കൊടുക്കാനുള്ള ഓട്ടം ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഏതായാലും ഇനി വണ്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സൈറ്റിക്കാണ്ട് പോവട്ടാ. ഇവിടെയൊക്കെ അതിൻ്റെ ലോഡ് കയറ്റിയിട്ടുണ്ട് സ്റ്റോക്കിൽ നിന്ന്. കണ്ടില്ലേ? അപ്പോൾ ഒരു
ഊരിട്ട് തേച്ചന്നെ എടുത്തിട്ടുണ്ട്. അടിപൊളി 90 10 മേലെ ഇട്ടാണ്. നല്ല അടിപൊളി ലോഡാണ്. അപ്പം നമ്മളൊരു ഊര് വഴിക്കാണ് പോകുന്നത് കേട്ടോ. എന്താ വെച്ചാൽ മറ്റേ വഴി അവിടെ പാലം പണിയിലുള്ള നല്ല ബ്ലോക്കാണ്. അപ്പം ഇങ്ങനെ ഊരി കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം, പെട്ടെന്ന് അങ്ങ് എത്താം. ഇവിടെ ഒരു വെള്ളം ഇങ്ങനെ ചാടിയുണ്ട്, വലിയൊരു വെള്ളച്ചാട്ടം പോലെ കണ്ടിരുന്നില്ല. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. മുമ്പ് ഞാൻ ഇതുവഴി പോരുമ്പോൾ കണ്ടതാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ മക്കളെ നമ്മൾ പുഴച്ചാലെത്തിയിട്ടുണ്ട്. ശ്രീ കുട്ടിയേക്കാവ് ഭഗവതി ക്ഷേത്രം. പുഴച്ചാലിൽ ഞാൻ നേരത്തെ അങ്ങോട്ട് വന്നപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല. പുഴ കാണിച്ചു തരട്ടെ. നല്ല വെള്ളം, നല്ല കുത്തൊഴുക്കാം. വഴിയിലുള്ള വെള്ളം കണ്ടില്ല നിങ്ങൾ? നല്ല ജാതി ഒഴുക്കാ വരുന്നേട്ടാ. ആ പോണേ. അപ്പൊ നമ്മുടെ പുഴച്ചാല് നമ്മൾ പറപ്പുപുഴ എന്നൊക്കെ പറയണ ആ പുഴയാണ് ഈ ഒഴുകി പോകുന്നത്. കടലുണ്ടി പുഴയാണോ എന്ന് എനിക്കറിയില്ല. നല്ല വെള്ളം, നല്ല വെള്ളം. ഇതിപ്പോ നമ്മളെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൊക്കെ നല്ല കുത്തൊഴുക്ക് വന്നില്ലേ? അതാവുന്ന തോന്നില്ല. നല്ല ഒഴുകി മേലെ. അപ്പൊ പോവാം. അപ്പോൾ മക്കളെ നമ്മുടെ സൈറ്റ് ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജുമാഅത്ത് പള്ളി കാണുന്നുണ്ട്, പുതുക്കാ ജുമാ മസ്ജിദ്. അപ്പോൾ ഈ പള്ളി അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് തിരിയാനുള്ളതാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ട് തിരിഞ്ഞു. ഈ ചെറിയൊരു ഡിങ്ങ വഴിക്കാൻ ഇങ്ങനെ പോകണം. ഇത് ഏകദേശം പറഞ്ഞാൽ കോൺക്രീറ്റ് ആണ് കുറേ ഭാഗം, അതേ വഴുതി പോവും. നല്ല മഴയൊക്കെ പെയ്ത് ഇച്ചിലായിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം മണ്ണാണ്. വണ്ടി വഴുതി പോകുന്നു, സമാധാനമൊന്നുമില്ല. ഏതായാലും എടുത്ത് പോയി നോക്കട്ടെ. ചിലപ്പം വീഡിയോ ഒന്ന് കറക്റ്റ് എടുക്കാൻ കഴിയും. കാരണം നമുക്കൊരു സമാധാനം കിട്ടില്ല വീഡിയോ എടുക്കാനൊന്നും. വീഡിയോ എടുക്കാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ പിടിക്കായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ പോയി നോക്കട്ടെ. ഇതുണ്ടെങ്കിൽ മൊത്തം ഇച്ചിൽ പിടിച്ചിട്ടുണ്ട്. ഈ സാധനം ഈ ടയറിന് ഇതുപോലുള്ള ഇച്ചിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വഴുതി പോകും. നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ല. ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വഴുക്കി പോകും. അപ്പോൾ ഒരു ഐഡിയയിൽ ഇങ്ങനെ മെല്ലെ നമ്മളങ്ങോട്ട് ഇറക്കലാണ് ഇതിൻ്റെ പരിപാടി. തവക്കൽത്ത് വല്ലതാണ്. അപ്പോൾ ഒരു ചെറിയ ഇറക്കം കഴിഞ്ഞ് ഇനി വലിയ കുറച്ചും കൂടി ഒരു ടേണിങ്ങും ഇറക്കുന്നുണ്ട്. അവിടെയും കൂടി കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണ് ചെറുതായിട്ടൊന്നാണ് കഴിഞ്ഞാൽ മതി. ഇതാണ്ടില്ലേ, ഇവിടെ വരെ കോൺക്രീറ്റ് ഉണ്ട്. ഈ കോൺക്രീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ പോവാം കേട്ടോ. പോയി നോക്കട്ടാ. നമ്മളിങ്ങനെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് മെല്ലെ വിട്ട് കൊടുത്താൽ ഇവിടെയൊക്കെ തേക്കിയ കറങ്ങിയൊക്കെ അടയാളങ്ങൾ കിട്ടാം. അപ്പോൾ തവക്കൽ തോലം ഇങ്ങനെ മെല്ലാണ്ട് പോയത്. ഇതിന് മെയിൻ ചെയ്യേണ്ട കാര്യം നമ്മൾ ബ്രേക്കിൽ കാല് വെക്കരുത്. ഗിയറിൽ വെച്ചിട്ട് മെല്ലെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഓക്കെ. ഇനി ഇവിടെ ലേശ ഭാഗം കൂടി കുറച്ചൊരു റിസ്ക്കുള്ള സ്ഥലം തന്നെയാണ്. എല്ലാം അങ്ങനെ വിട്ടുകൊടുത്തത്. എന്ന് വെച്ചാൽ വൈദ്യുതി പോയാൽ വണ്ടിയുടെ സൈഡൊക്കെ പോലെ ആ വലിയ കുണ്ടും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഡേഞ്ചറൊന്നുമില്ല. പക്ഷേ വണ്ടിയുടെ സൈഡൊക്കെ നമ്മൾ സൈഡിൽ കണ്ട് വണ്ടി ക്രോസ് ആയാൽ അപ്പോൾ നമ്മളിത് ആ സൈറ്റിലെത്തിയിട്ട് മക്കളെ. അപ്പം ഞാനിനി ഇവിടെ വണ്ടി തിരിക്കുക, തട്ടുക, നേരെ തിരിച്ചു പോവുക. അൽഹംദുലില്ലാ ഹൈറായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട് പണി നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ, ഇവിടെയാണ് തട്ടാൻ പോണത്. ഓക്കെ. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ ലോഡ് സുന്ദരമായി തട്ടി. ഇങ്ങോട്ട് കയറിനെടുക്കാൻ പറ്റില്ല, ഇങ്ങനെ നിലംപെട്ടി ചാടിയിട്ട് അങ്ങോട്ട് എത്തിക്കണത്. അങ്ങനത്തെ റോഡാണ്. അപ്പോൾ അടിപൊളിയായിട്ട് തട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എല്ലാം റെഡിയായി. പിന്നെ ഇപ്പം എന്താ, മഴ ഇങ്ങനെ കനത്ത് വരികയാണ്. ആകെ റോഡ് നമ്മളെ സൈറ്റുകളൊക്കെ നാസാക്കുസയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മളെ മെറ്റീരിയൽ, വീടിന് അനിവാര്യമായ മെറ്റീരിയൽ ആവശ്യമുള്ള ഒരു കമൻറ്റിലൂടെ വരും. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഒരു ആവശ്യമുള്ളവർക്ക് ഒരു ഉപകാരപ്പെടട്ടെ. ഈ വീഡിയോ ദയവായി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. നാളെ ഒരു പുത്തൻ വീഡിയോയുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതിന് നിങ്ങൾക്കും എനിക്കും ഞങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.